ആദരണീയനായ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ, ശിവഗിരി മഠത്തിലെ മറ്റ് സന്യാസ ശ്രേഷ്ഠന്മാരെ, ശ്രീ AV അനൂപിനെയും സീകൾ സുരേഷിനെയും പോലെയുള്ള അദ്ദേഹത്തിൻ്റെ മുഖ്യ സംഘാടകരെ, ഈ മാധ്യമ സെമിനാറിൽ പങ്കെടുക്കാൻ ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, നമ്മുടെ വേദിയിൽ നിന്ന് മടങ്ങിപ്പോയ രാഷ്ട്രീയ നേതാക്കളെ, പ്രിയപ്പെട്ട ശ്രീനാരായണീയരെ, വളരെ വൈകിയ വേളയിൽ ദീർഘനേരം സംസാരിക്കുന്നത് സാഹസമാണെന്ന് എനിക്കറിയാം. എത്ര നേരം സംസാരിക്കുന്നു എന്നതല്ല, നേരെ മറിച്ച് ഗുരുദേവന്റെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ, ഈ മഹാതീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ കഴിയുന്നു എന്നതാണ് അഭിമാനകരമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എത്ര തിരക്കുണ്ടെങ്കിലും എവിടെയാണെങ്കിലും ശിവഗിരി തീർത്ഥാടനത്തിൽ ഒരു വിളി വന്നാൽ അവിടെ വരിക, ഒരു മിനിറ്റെങ്കിലും സംസാരിക്കാൻ കഴിയുക എന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. എനിക്കറിയാം എല്ലാവരും ക്ഷീണിതരാണ്, വീട്ടിലേക്ക് പോകാനൊക്കെ കാത്തിരിക്കുന്നു. നമ്മുടെ ഈ മാധ്യമ സമ്മേളനത്തിൻ്റെ വിഷയം ആധുനിക കേരള നിർമ്മിതിയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്നതാണ്. എനിക്ക് തോന്നുന്നില്ല ആളുകൾ എല്ലാവരും ആ വിഷയത്തിലൂടെ പോയി എന്ന്. ചരിത്രത്തിലും വർത്തമാനത്തിലുമൊക്കെ നമ്മൾ ആറാടിയപ്പോഴും ആധുനിക കേരള നിർമ്മാണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ത് എന്നതൊരു ഗൗരവമായ ചർച്ചയായി എടുത്തോ എന്ന് എനിക്ക് സംശയമുണ്ട്. വാസ്തവത്തിൽ ഏറ്റവും ഗൗരവത്തോടുകൂടി തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ആധുനിക കേരളം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വഷളായ ഒരു സമൂഹമാണ്. നമ്മൾ ഈ ആധുനിക കേരളം എന്ന് പറയുന്നത് നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലും അറിവിലും വിദ്യയിലും വളർച്ചയിലുമൊക്കെ മുമ്പിൽ നിൽക്കുന്നതാണ് എന്ന് കരുതുമ്പോഴും വാസ്തവം നേരെ മറിച്ച ഏറ്റവും വഷളായ ഒരു സമൂഹമാണ് ആധുനിക കേരളം. ഞാനിത് പറയാൻ കാര്യം വെറുതെ പറയുന്നതല്ല. നമ്മൾ ഈ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ നേട്ടവും മികവും, നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലിരിക്കുന്ന സ്മാർട്ട് ഫോണിന്റെ സാന്നിധ്യവും സൗജന്യ ഇന്റർനെറ്റും ഒക്കെ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടമുണ്ട്. പ്രത്യേകിച്ച് കോവിഡാനന്തര കാലം. ഇതിനെയാണോ ശ്രീ റഹീം സത്യാനന്തര കാലം എന്ന് പറഞ്ഞത് എനിക്കറിയില്ല. കോവിഡാനന്തര കാലം. ഇവിടെ നമുക്ക് നിയന്ത്രണങ്ങളില്ലാത്ത സ്വാതന്ത്ര്യം ലഭിക്കുകയും ആ സ്വാതന്ത്ര്യം നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് തന്നെ രൂപപ്പെട്ടു വരികയും ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹം വഷളൻ സമൂഹമായി മാറുന്നു. ഓസ്ട്രേലിയയിൽ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും നിരോധിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ആധുനികമായ സമൂഹത്തിൽ ഒന്നാണ് ഓസ്ട്രേലിയ. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെയും അവകാശത്തിന്റെയും പേരിൽ നമ്മുടെ സമൂഹം കൂടുതൽ സുതാര്യമായപ്പോൾ നമ്മുടെ സമൂഹം വഷളായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ആദ്യം തിരിച്ചറിയുക. ഈ വഷളായ സമൂഹത്തിന്റെ ഏറ്റവും വഷളമായ പ്രതിനിധികളാണ് മാധ്യമങ്ങൾ. അവരെക്കുറിച്ച് വിലപിച്ചിട്ടോ കരഞ്ഞിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. മാധ്യമങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു കച്ചവടം എന്ന നിലയിൽ ഈ സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നവരാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പിറന്ന മാതൃഭൂമി, അല്ലെങ്കിൽ ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പിറന്ന കേരള കൗമുദി, അത്തരം ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾ ഉള്ള നമ്മുടെ ഈ സാമൂഹിക വ്യവസ്ഥയിലെ മാധ്യമ മുതലാളിമാർ അത് കേവലം കച്ചവടത്തിലേക്ക് മാറുമ്പോൾ വഷളായ നമ്മുടെ സമൂഹത്തിന്റെ പ്രതിനിധികളായി മാറുകയും ആ വഷളത്വം ഏറ്റവും പ്രധാനപ്പെട്ട അലങ്കാരമായി മാറുകയും ചെയ്തു. ഇന്നിപ്പോ നമ്മുടെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയോടാണ് മാധ്യമങ്ങൾ മത്സരിക്കുന്നത്, പ്രത്യേകിച്ച് ചാനലുകൾ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ബ്രേക്കിംഗ് ന്യൂസിന്റെ ഒരു യുദ്ധം വരുമ്പോൾ നമുക്കിവരെ കുറ്റം പറയാൻ കഴിയില്ല. ഒരു വാർത്ത എത്രയും വേഗം കൊടുക്കണം. ആദ്യം നമ്മുടെ റഹീം പറഞ്ഞതുപോലെ സെൻസിറ്റിവിറ്റിയും സെൻസേഷണലിസവും ഇതിനെ നിയന്ത്രിക്കുമ്പോൾ ഇതിന്റെ ആക്യുറസിയെ കുറിച്ച്, സത്യത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ നേരം കിട്ടാതെ വരും. ആ ഒരു അനിശ്ചിതത്വം, എങ്ങനെ ബാർക്ക് റേറ്റിംഗിൽ നമുക്ക് മുമ്പിലെത്താം എന്ന് ചാനലുകൾ മത്സരിക്കുമ്പോൾ അതിന് ചുവട് പിടിച്ചുകൊണ്ട്
എങ്ങനെ യൂട്യൂബിൽ മുൻപിലെത്താമെന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ മത്സരിക്കുമ്പോൾ മാധ്യമ പ്രിൻസിപ്പളുകൾക്ക് അടിമപ്പെട്ട് മാറി നിൽക്കേണ്ടി വരുന്നു അച്ചടി മാധ്യമങ്ങൾ. അവർ പതിയെ പതിയെ നിഷ്കാസിതരാകും. ഇതാണ് നമ്മുടെ ആധുനിക സമൂഹത്തിന്റെ ഒരു പ്രതിസന്ധി. ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയക്കാരൻ, യുവാവാണ്. അയാൾക്ക് ചില വീഴ്ചകൾ പറ്റിപ്പോയി. ആ വീഴ്ചകളിൽ അയാളെ പൂർണ്ണമായും ആക്രമിച്ച് കീഴ്പ്പെടുത്തി കല്ലെറിഞ്ഞു കൊന്ന് അത് എത്ര ഭംഗിയായി അയാളെ വധിക്കാൻ പറ്റുമോ അത്രയും ഭംഗിയായി വധിച്ച് അതിന്റെ പേരിൽ മാർക്ക് റേറ്റിംഗിൽ ഒന്നാമതെത്താൻ നമ്മുടെ മാധ്യമങ്ങൾ മത്സരിക്കുമ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുന്നു. അത് ആധുനിക സമൂഹ നിർമ്മാണത്തിന് ഉതകാത്തതായി മാറും. നമ്മുടെ പ്രശ്നം ഇന്ന് കൃത്യമായ ഒരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ജനത്തിന്റെ അഭിപ്രായത്തെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുക. സത്യം കേൾക്കുമ്പോൾ അത് അസത്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ നുണയാണെന്ന് വിശ്വസിക്കുന്ന കുറെ അധികം ആളുകളെ എനിക്കറിയാം. അതിന് കാരണം എന്താ? അവർ സത്യം കേട്ട് ശീലിച്ചിട്ടില്ല. സത്യം കേട്ട് ശീലിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതൊക്കെ നുണയാണെന്ന് വിശ്വസിക്കാൻ തോന്നും. ഇന്നേ വരെ ഒരു മതത്തെക്കുറിച്ചും ദോഷമായി ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ആളാണ്. ഞാൻ ഒരു മതവിശ്വാസിയാണ്, ഞാനൊരു ആത്മീയവാദിയാണ്, ഗുരുദേവനെ ആരാധിക്കുന്ന ആളാണ്. ഗുരുദേവൻ മതാതീതമായ മനുഷ്യ സ്നേഹത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും പഠിപ്പിച്ചതാണ്. അത് കണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങളുടെ അടുത്തുള്ള SNDP ശാഖയിൽ പോയി ഗുരുദേവനെ കണ്ടു പഠിച്ചു വളർന്നവനാണ്. എനിക്കൊരു മതത്തിന്റെ പേരിൽ ഒരാളെ വെറുക്കാൻ കഴിയില്ല, മതത്തിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കാനും കഴിയില്ല. പക്ഷെ ഞാൻ വർഗീയവാദിയാണ് എന്ന് വിശ്വസിക്കുകയും എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ ആയിരം മനുഷ്യരുണ്ട്. എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്ന വർഗീയത കേട്ടതുകൊണ്ടല്ല. നേരെ മറിച്ച് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ആഴത്തിലുള്ള ഒരു ബോധ്യം ആരെയൊക്കെ സ്വാധീനിക്കുന്നു. അവർ എത്തപ്പെട്ടിരിക്കുന്ന വലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ പറയുന്നു, ഇതാ അവനെ കല്ലെറിയൂ, അവൻ വർഗീയവാദിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വർഗീയവാദി. എന്നെ കാണുമ്പോൾ നെറ്റി ചുളിക്കുന്ന മനുഷ്യരുണ്ട്. തീർച്ചയായും കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്നവരാണ്. ഞാൻ ഇന്നിപ്പോ മഹാസമാധിയിൽ പോയിട്ട് ഇറങ്ങി വരുന്നു, ശാരദാ മഠത്തിൽ പോയിട്ട് ഇറങ്ങി വരുന്നു. നൂറുകണക്കിന് ആളുകൾ വന്നൊരു ഫോട്ടോ എടുത്തോട്ട് ചോദിച്ചു, സന്തോഷമുണ്ട്. പക്ഷെ കാണുമ്പോ ദേ അവൻ എന്ന് അടുത്ത് നിൽക്കുന്നോട് പറയുന്ന മനുഷ്യരുണ്ട്. അവരുടെ രാഷ്ട്രീയത്തിനെതിരോ അവരുടെ മതത്തിനെതിരോ പറയുന്നത് കൊണ്ടല്ല, നേരെ മറിച്ച് സാമൂഹ്യ മാധ്യമ സങ്കല്പങ്ങൾ അവരെ മറ്റൊരു ലോകത്തെത്തിച്ച് ഞാൻ നുണയനാണ്, വർഗീയവാദിയാണ് എന്ന ചിന്തയിലേക്ക് നയിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് ആധുനിക കേരള സൃഷ്ടിയിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ ഇത് അസാധ്യമായ ഒരു കാര്യമാണ്. ആകെയുള്ള പ്രതീക്ഷ ഇതൊക്കെ മാറി മാറി വരും. എനിക്ക് കൃത്യമായി അറിയാം, അച്ചടി മാധ്യമങ്ങൾ മാത്രമുള്ള സമയത്ത് ഇന്ത്യ വിഷനും ഏഷ്യാനെറ്റും ഒക്കെ വാർത്തകൾ തുടങ്ങിയപ്പോൾ പ്രസ് ക്ലബിൽ അംഗത്വം കൊടുക്കുമായിരുന്നില്ല, അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. പ്രസ് ക്ലബ്ബുകാർ പറയുന്ന ചാനലോ അതെന്താന്ന്. അതേ ചാനലുകളും പത്രങ്ങളും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ അംഗീകരിക്കില്ല. അവരൊക്കെ പത്രപ്രവർത്തകരാണോ എന്ന് ചോദിക്കും. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് പ്രസ് ക്ലബ്ബുകളെ നിയന്ത്രിക്കുന്നത് ചാനലുകളാണ്. നാളെ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളോ അവയ്ക്കപ്പുറത്തേക്കുള്ള മാധ്യമങ്ങളൊക്കെ ആവാം ഈ മാധ്യമ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. മറ്റുള്ളവരെയൊക്കെ ഇപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അല്ല, ആ പേര് വീണുപോയി. മുഖ്യധാരാ മാധ്യമങ്ങളല്ല, അവർ പരമ്പരാഗത മാധ്യമങ്ങളാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ. പക്ഷേ വീഴ്ചകളുണ്ട്. വാളെടുക്കുന്നവൻ വെളിച്ചപ്പാടാണ്. അത് ലോകത്തിന്റെ പ്രത്യേകതയാണ്. ഇന്നലെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രതിനിധി എന്നെ കാണാൻ വന്നു. അവരുടെ പരസ്യം എന്നെ കാണിച്ചു. മമ്മൂട്ടിയും കമലഹാസനും മോഹൻലാലും ഒക്കെ അവരുടെ വേദിയിലിരിക്കും. ഞാൻ ചോദിച്ചു, ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. മോഹൻലാലും കമലഹാസനും നമ്മുടെ അമിതാഭ് ബച്ചൻ ഡീപ് ഫേക്കാണ്, അവർ സൃഷ്ടിച്ചെടുത്തതാണ്. ഇത്തരത്തിൽ ആരെയും അതേപടി സൃഷ്ടിക്കാനും ഇപ്പൊ നമ്മളൊക്കെ കാണാറുണ്ട്. ഇപ്പോ ഇന്റർനെറ്റ് തുറന്നാൽ നിർമ്മല സീതാരാമന്റെ പ്രസംഗം, ഒരു പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. 15,000 രൂപ ഇട്ടാൽ മതി, 3 മാസം കൊണ്ട് 45,000 രൂപയാകും, അങ്ങനെ ഇരട്ടിക്കും പറഞ്ഞൊരു പദ്ധതി ഒക്കെ കാണാറുണ്ട്. ഫേക്കാണ്, ഡീപ് ഫേക്കാണ്. എത്ര ആയിരം മനുഷ്യർക്ക് പണം നഷ്ടപ്പെടുന്നു. നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇത്തരത്തിലുള്ള ഇതൊക്കെ മാറുന്ന കാലമുണ്ടാവും.
പേരോ എന്റെ പടമോ ഒരാൾ ഡീപ് ഫേക്കായി എടുത്ത് ഉപയോഗിച്ചാൽ അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നവൻ എനിക്ക് നഷ്ടപരിഹാരം നൽകേണ്ട കാലമുണ്ട്. ഇതൊക്കെ കാലം മാറ്റിമറിക്കുന്ന കാലമാണ്. അതുകൊണ്ട് നമുക്ക് ചില എത്തിക്സുകൾ ഉണ്ടാവണം. ആ എത്തിക്സുകളുമായി ഇപ്പൊ ഞാൻ ചാനലുകളെ കുറ്റം പറയുന്ന ആളല്ല. കാരണം ഞാൻ പല ചാനലുകളും ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മത്സര ബുദ്ധിയാണ്. ബാർക്ക് റേറ്റിംഗിൽ ഇപ്പം ചാനലിൽ മുതൽ മുടക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള എത്തിക്സ് ഉള്ളവരല്ല, സമൂഹം നന്നാക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അവർക്ക് അവരുടെ കച്ചവടമാണ്. ആ കച്ചവടത്തിന് കൂട്ടുനിൽക്കാൻ നിർഭാഗ്യവശാൽ മാധ്യമ പ്രവർത്തകർക്ക് തയ്യാറാവേണ്ടി വരും. സമ്മർദ്ദമുണ്ട്. അത്ര എളുപ്പമല്ല സത്യത്തിന് വേണ്ടി നിലപാടെടുക്കാൻ. സത്യത്തിന് വേണ്ടി കർശനമായ നിലപാടെടുത്താൽ 3-4 കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ വരുമാന സ്രോതസ് അടഞ്ഞു പോകും. ഇപ്പൊ ഞങ്ങൾക്ക് കഴിയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളൊരു സാറ്റലൈറ്റ് ചാനൽ അല്ല. ഇപ്പൊ സാറ്റലൈറ്റ് ചാനലുകൾക്ക് അങ്ങനെ നിലപാടെടുത്താൽ അവരുടെ പരസ്യ വരുമാനം നിന്നുപോകും. അപ്പൊ അവരെങ്ങനെ എടുക്കും? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പരസ്യക്കാരൻ വേണ്ട. കഴിഞ്ഞ ദിവസവും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ സോഷ്യൽ മീഡിയ പ്രൊമോഷന് വേണ്ടി 10 ലക്ഷം രൂപ നീക്കി വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു ഞങ്ങൾ വാങ്ങത്തില്ല. കാരണം ഇങ്ങനെ ആരോടെങ്കിലും പരസ്യം വാങ്ങി അവർക്ക് അടിമയായി കഴിയേണ്ട സാഹചര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഈ പണി ചെയ്യുന്ന വഴി അതാണ്. എന്നാൽ അങ്ങനെയല്ല ചാനലുകൾ, അങ്ങനെയല്ല അച്ചടി മാധ്യമങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ആഘാതം എന്ന് പറയുന്ന വരുമാന നഷ്ടമാണ്. രണ്ടാമത്തേത് ദുഷ്പ്രചരണമാണ്. മൂന്നാമത്തേത് നിയമത്തിന്റെ വേട്ടയാടലാണ്. ഞാൻ നേരത്തെ പിയേഴ്സൺ പറഞ്ഞ മാതിരി 137 കേസുകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്ന് വന്നിരിക്കുന്ന അതിന് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. ഇന്ന് വന്നിരിക്കുന്ന ഒരു വക്കീൽ നോട്ടീസ് ബഹുമാന്യനായ എറണാകുളം MP ഹൈബി ഈഡന്റേതാണ്. 1 കോടി രൂപയും 15 ദിവസത്തിനകം മാപ്പുമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. മാപ്പ് മാത്രം പോരാ, 15 ദിവസത്തിനകം ഞാൻ ഹൈബി ഈഡനോട് മാപ്പ് പറയണം, കൂടാതെ 1 കോടി രൂപയും കൊടുക്കണം. മാപ്പ് പറഞ്ഞാൽ ഊരാമെന്ന് കരുതണ്ട. എന്താ വിഷയം? വളരെ പ്രതീക്ഷയോടുകൂടി എറണാകുളത്തെ ജനങ്ങൾ UDF-നെ അധികാരത്തിലെത്തിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ മേയർ സ്ഥാനമായി നിർത്തിയിരുന്ന ദീപ്തി വർഗീസിനെയാണ്. പക്ഷെ ദീപ്തി മേരി വർഗീസിനെ മറ്റു പല കാരണങ്ങളാൽ, പ്രത്യേകിച്ച് സമുദായ കാരണങ്ങളാൽ വെട്ടുന്നു. ഈ സമുദായ കാരണം ഉയർത്തിക്കൊണ്ട് വെട്ടാൻ കാരണക്കാരനായത് MP ഹൈബി ഈഡനാണെന്ന് പറഞ്ഞപ്പോൾ 2.5 ലക്ഷം വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച ഹൈബി ഈഡന്റെ മതേതര മുഖത്തിന് മങ്ങലേൽപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തു എന്ന് പറഞ്ഞ് 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇങ്ങനെ സമസ്ത മേഖലയിൽ പലരും കരുതും എന്നെ ആക്രമിക്കുന്നതും എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും പിണറായി വിജയൻ മാത്രമാണ്. ഞാൻ ഉള്ളത് പറയാമല്ലോ, ഇവര് പലരെക്കാളും ഭേദമാണ് പിണറായി വിജയൻ. പിന്നെ അദ്ദേഹം ഇപ്പൊ ഭരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തോട് ഏറ്റുമുട്ടുന്നതിന്റെ ശക്തി കൂടുന്നു എന്ന് മാത്രം അല്ല, ഇവരൊക്കെ ഒറ്റക്കെട്ടാണ്. ഇവരുടെ താല്പര്യങ്ങൾ ചാനലുകളിലൂടെ, മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ സംരക്ഷിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നവൻ അവന്റെ മുഖത്ത് നോക്കി അത് തട്ടിപ്പാണെന്ന് പറയുന്നവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കും. കേരളത്തിൽ മാത്രമല്ല, ഡൽഹിയിലും ബോംബെയിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ കേസുകളുണ്ട്, ഉത്തർപ്രദേശിലൊക്കെ കേസുകളുണ്ട്. സമയം പോകുന്നത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല, നീട്ടുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇനി വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് മാറുന്ന ആധുനിക കേരളത്തിന്റെ സൃഷ്ടികളാകാൻ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടാവണമെങ്കിൽ മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യവും വരുമാനത്തിനപ്പുറത്തേക്കുള്ള ഒരു പഴയ കാലത്ത്, ഞാൻ പറഞ്ഞല്ലോ മാതൃഭൂമി തുടങ്ങിയത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി, അത്തരമൊരു പഴയ കാലത്തേക്കുള്ള ഒരു മടങ്ങി വരവിന്റെ സാഹചര്യം ഉണ്ടാവണം. ഇതൊരു കച്ചവട സ്ഥാപനം മാത്രം. പണ്ടൊക്കെ പത്രത്തിന്റെ ഉടമയും എഡിറ്ററും രണ്ടായിരുന്നു. ഇന്ന് പത്രത്തിന്റെ ഉടമ തന്നെയാണ് എഡിറ്റർ. ഇതാണ് ഏറ്റവും വലിയ വീഴ്ച. പത്രത്തിന്റെ ഉടമയും എഡിറ്ററും രണ്ടാണെങ്കിൽ തീർച്ചയായും കുറച്ചുകൂടി മാധ്യമ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഈ ഒരു അസന്നിഗ്ധ കാലഘട്ടം ഇത് പതിയെ മാറുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സത്യം നിലനിൽക്കേണ്ടതാണ്. കാലം മാറിക്കൊണ്ടിരിക്കും, മാധ്യമ പ്രവർത്തന രീതി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ നിരാശപ്പെടേണ്ടതില്ല. ജനത്തിന് വകതിരിവുണ്ട്, സത്യമേത് നുണയേത് എന്ന് തിരിച്ചറിയാൻ. ആ ഒരു വകതിരിവിനുള്ള കാലത്തിന് വരെ കാത്തിരിക്കാം. ശിവഗിരി മഠത്തിലെ സന്യാസി വര്യന്മാർക്കും പ്രധാനപ്പെട്ട സംഘാടകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദീർഘനേരം സംസാരിക്കാൻ കഴിയാത്തത് സമയപരിമിതി മൂലമാണ്. ഗുരുദേവന്റെ സ്തുതികൾ ഞാൻ എപ്പോഴും പറയുന്ന, മാധ്യമങ്ങൾ പലപ്പോഴും ചെറിയ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ പലപ്പോഴും ഈ തീർത്ഥാടനത്തെ കുറിച്ച് പോലും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നില്ല.
എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് ശിവഗിരി മഠത്തിലെ തീർത്ഥാടനത്തെ കുറിച്ച് പോലും, അല്ലെങ്കിൽ ഗുരുദേവൻ ഏറ്റവും വലിയ, എന്നോട് സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു, ഏറ്റവും വലിയ അന്നദാനം കേരളത്തിൽ നടക്കുന്നത് കന്യഞ്ചിനാണ്, ഗുരുദേവ സമാധിക്കാണ്. ഏറ്റവും വലിയ ആഘോഷം തെരുവിലൂടെ നടക്കുന്ന പ്രദക്ഷിണം ഗുരുദേവ ജയന്തിക്കാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ വേണ്ടതുപോലെ? ഇത്തരം ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് മാധ്യമങ്ങളാണ്, പൊതുസമൂഹമാണ്. ഒരിക്കൽ കൂടി ഗുരുദേവന്റെ പേരിൽ എല്ലാവർക്കും ആശംസകൾ. ജയ് ഹിന്ദ്. അടുത്തതായി